ഹായ്, മൈ വ്യൂസ് ബൈ ലക്ഷ്മിയുടെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് ഈവനിങ് ഒന്ന് പുറത്തു പോകാമെന്ന് വിചാരിക്കും. അതെ, കുറേ ദിവസമായി പോകണമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഈ മഴ കാരണം മടിഞ്ഞ് ഇന്നല്ല നാളെ വേറൊരു ദിവസത്തേക്ക് അങ്ങനെ ആക്കി മഴ മാറിയിട്ട് നമ്മൾ എവിടെയും പോവില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായതോടുകൂടി ഞങ്ങൾ രാവിലെ തന്നെ തീരുമാനിച്ചു ഇന്ന് മഴയാണെങ്കിൽ നമുക്കൊന്ന് പുറത്ത് പോകാം. അങ്ങനെയാണ് ഞങ്ങൾ ഈ യാത്ര തുടങ്ങുന്നത്. മഴ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ, നല്ല ക്ലൗഡിയാണ്, മഴക്കാറൊക്കെ ഉണ്ട്, ചെറുതായിട്ട് ചാർന്നും ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ആക്ച്വലി ഇന്ന് പോകണ്ടെന്നാ വിചാരിച്ചാൽ മഴ ഉണ്ടെങ്കിൽ പോയിട്ട് കാര്യമില്ല, ചാത്തിയോത്താണ് പോണത്. പക്ഷേ ആദ്യം പകലൊക്കെ നല്ല വെയിലായിരുന്നു, അങ്ങനെ പോവാന്ന് കരുതി. പിന്നെ ഉച്ചയ്ക്ക് ശേഷം വെതർ മാറി. പിന്നെ ചാത്തിയോത്ത് പോകാനുള്ള കാരണം എന്ന് വെച്ചാൽ ചാത്തിയോത്ത് ഇപ്പം നമ്മുടെ പോപ്പി രണ്ടാമത്തെ ടൈമിലാണ് പോകുന്നത്. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പബ്ലിക് പ്ലേസ് ആണ്, നമുക്ക് എല്ലാവർക്കും കൂടി ഇരിക്കാം. അവൾക്കാണെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവില്ല. അവൾക്ക് ഈ കാറ്റ്, കായൽ, കടലൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ അവൾക്കും ഇങ്ങനെ നോക്കിയിരിക്കാൻ നല്ല ഇഷ്ടമാണെന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളെല്ലാവരും അത് തന്നെ പ്രിഫർ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ചാത്തിയോത്ത് പോകാമെന്ന് കരുതി. ഞങ്ങൾ പോകുന്നത് കളമശ്ശേരി, അവിടെ നിന്ന് പിന്നെ കണ്ടെയ്നർ റോഡ് വഴി നേരെ ഗോശ്രീ പാലം, പിന്നെ ചാത്തിയോത്ത്, അങ്ങനെയാണ് പോകുന്നത്. കാരണം ആ വഴി പോവുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം വലിയ തിരക്കൊന്നുമില്ല, സുഖമായിട്ട് പോവാം. പിന്നെ കാണുന്ന കാഴ്ചകളാണെങ്കിൽ രസമുണ്ട്. രണ്ട് ഭാഗത്ത് നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു രീതിക്കാണ് ആ റൂട്ട്. ബ്ലോക്ക് ഉണ്ടാവില്ല. അതെ, നമ്മളിപ്പം അധികം അതിലെ കൂടെ പോവാത്ത ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും പോയി നോക്ക്. പോവാത്തവരുണ്ടാവില്ല, എറണാകുളത്ത് സിറ്റുവേറ്റ് ചെയ്യുന്ന എല്ലാവരും പോയിട്ടുണ്ടാവും. എന്നാലും പുറത്തുള്ളവർക്കാണെങ്കിൽ അങ്ങനെ പോവാണെങ്കിൽ കുറച്ചും കൂടി രസമാണ്. ചില ഭാഗത്ത് മാത്രമേ ഒരു ഡൈവേഷൻ വെച്ചാൽ ഒരു ഭാഗം ക്ലോസ് ആയിട്ടുള്ളൂ, എന്നാലും റോഡൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല. അതെന്തോ പണി നടക്കുന്നതിന്റെ ഒക്കെ കാര്യമായിട്ടാണ് അത് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്നാലും നമുക്ക് എം ജി റോഡ് വഴിയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പോകുന്ന ആ ഒരു ഫീൽ അല്ല. നമ്മൾ എത്തില്ല. കാരണം ഇപ്പോ വീക്ക് ഡേയ്സിലാണെങ്കിൽ പോലും നമുക്ക് ഭയങ്കര തിരക്കായിട്ട് വരും. തിരക്കാണ്. വീക്കെൻഡ്സ് പിന്നെ പറയുകയും വേണ്ട. ടൂ വീലറാണ് പിന്നെ നമുക്ക് പോകാൻ പറ്റുക, കാറായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ പണിയാണ് അതിൽ. അതെ, ഞങ്ങൾ പൊതുവേ എറണാകുളത്തേക്ക് പോകുമ്പം ഇപ്പൊ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് കാറാണെങ്കിൽ മഴ ആയതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളെങ്കിൽ ടൂ വീലറിൽ തന്നെ പോക്കാണ് പതിവ്. അതെ, അതാ കുറച്ചുകൂടി എളുപ്പം. പിന്നെ ഈ കായൽ പരപ്പൊക്കെ കണ്ട് നല്ല രസമാണ് ഇതിലെ പോകാനായിട്ട്. നമുക്ക് എപ്പോഴും കാണുന്ന കാഴ്ചകളല്ലല്ലോ. ഇപ്പൊ നമ്മൾ ഈ ഭാഗത്ത് താമസിക്കുന്നവർക്ക് കായലും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലാണ്. എല്ലാ മെമ്മറീസ് ഒക്കെ ഒന്ന് പുതുക്കാം. അച്ഛനാണെങ്കിലും പണ്ടൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങളും ഒക്കെ ആയതുകൊണ്ട് അച്ഛനും ഇങ്ങനെ ഓരോന്ന് പറയുന്നു, അവിടെ ഇങ്ങനെയായി ഇവിടെ ഇങ്ങനെയായി. എല്ലാ വട്ടം ഞങ്ങൾ യാത്ര ചെയ്യുമ്പോഴും ഈ പറഞ്ഞ പഴയ കാര്യങ്ങളും പുതിയ കാര്യങ്ങളൊക്കെ കമ്പയർ ചെയ്ത് സംസാരിക്കാൻ പതിവാണ്. ഇപ്പോഴാണെങ്കിൽ കുറെ കെട്ടിടങ്ങളുമായി. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ സ്ഥാനത്തെത്തി, അതായത് ഞങ്ങളുടെ സ്വന്തം ചാത്തിയോത്ത്. എന്തിനാ ഇവിടെ വരുന്നതെന്ന് തോന്നുകയാണെങ്കിൽ ആ ഒരു വൈബ് മനസ്സിലായിട്ടുള്ള എല്ലാവർക്കും അവിടെ വരാൻ വീണ്ടും ഇഷ്ടമായിരിക്കും. കാരണം എനിക്ക് തോന്നുന്നു ഈ സമയത്തേക്കാൾ കൂടുതൽ ആളുകളും പ്രിഫർ ചെയ്യുന്നത് കുറച്ചും കൂടി ലേറ്റ് നൈറ്റ് ആണ്. അതായത് കുറെ അധികം ഷോപ്സ് അവൈലബിൾ ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ അതിലിങ്ങനെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കാന്ന് പറയുന്നത് നല്ല ഫീലാണ്. അപ്പോൾ ഏട്ടനാണെങ്കിൽ ഇവിടെ കുറച്ച് ഫോട്ടോസും ഫോട്ടോഗ്രാഫിയും ഒക്കെ നോക്കി ഇങ്ങനെ നിൽക്കും. ഞാനും അമ്മയും പോപ്പിയും കൂടി ഇങ്ങനെ അവിടെ ഒരു ബെഞ്ച് ഉണ്ടല്ലോ, കണ്ടില്ലേ, ആ ബെഞ്ചിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇരുന്ന് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കണു, പോപ്പിയുടെ കളികൾ കാണുന്നു. പോകുന്നവരും വരുന്നവരൊക്കെ പോപ്പിനെ നോക്കുന്നുണ്ട്, പോപ്പിയുടെ കളികൾ കാണുന്നുണ്ട്, പോപ്പിനെ കാണുമ്പോൾ ചിരിക്കുന്നുണ്ട്, പോപ്പിയും നോക്കുന്നുണ്ട്. ഇതൊക്കെയാണ് അവിടെ ഞങ്ങൾക്കിടയിൽ നടന്ന കുറെ കാര്യങ്ങൾ. നല്ല രസമായിരുന്നു. പക്ഷെ മഴ കഴിഞ്ഞു, എന്നാ മഴ വരാനുള്ള ഒരു ഇതില് അല്ലെ, അങ്ങനെ ക്ലൗഡി ആയിട്ടുള്ള ഒരു വെതർ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ചൂടൊന്നും അധികം ഫീൽ ചെയ്തില്ല. ഷോപ്സ് എല്ലാം ഓപ്പൺ ആയി വരുന്നേ ഉള്ളൂ. അത് ഏകദേശം ഒരു 5:30 കഴിഞ്ഞിട്ടേ തുടങ്ങത്തുള്ളൂ. മെയിൻലി 6 o'clock ശേഷമാണ് എല്ലാം ഓപ്പൺ ആവുന്നത്. പിന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് മഴയുള്ളത് കാരണം പല ഷോപ്സും അടച്ചിട്ട് തന്നെ ആയിരിക്കണം കേട്ടോ. എല്ലാവരും വരുന്നില്ല. കാരണം കുറേ ദിവസങ്ങളായിട്ട് ഞങ്ങളിപ്പോൾ അവിടെ പോയപ്പോൾ കടകളിലൊക്കെ ഉള്ള ആളുകൾ പറഞ്ഞത് കുറേ ദിവസങ്ങളായിട്ട് മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഷോപ്പുകളൊന്നും തുറക്കുന്നില്ല. കാരണം ആളുകളും വരുന്നില്ലല്ലോ അതിനനുസരിച്ച്. അതാണ് അവർ പറയുന്നത്. കാര്യം ശരിയാണ്. അവിടെ ഭാഗത്ത് വരുമ്പം കാറ്റ് കൂടുതലാണ്. അത് ഞങ്ങൾക്ക് നന്നായിട്ട് ഫീൽ ചെയ്തു. മഴ പെയ്താൽ നമുക്ക് നനയാതെ നിൽക്കാൻ പറ്റിയ സ്ഥലമൊന്നും അവിടെ ഇല്ല, വാക്വേ അല്ലേ കൂടുതൽ. അതെ, അപ്പൊ ആളുകൾ കൂടുതലും മടിക്കും. എന്നാലും നമ്മളെ അതിശയിപ്പിച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. സീപ്ലെയിൻ കണ്ടോ അവിടെ? ഇത്തവണ സീപ്ലെയിൻ കണ്ടു കേട്ടോ അവിടെ. ഞങ്ങൾ സാധാരണയായിട്ട് ചെല്ലുമ്പോൾ ഇരിക്കാറുള്ളതും ഈ ഫസ്റ്റ് ഫേസ് തന്നെ, അതായത് ഗോശ്രീ കഴിഞ്ഞിട്ട് പ്രസ്റ്റീജിന്റെ ആ സൈഡിൽ തന്നെയാണ് ഇരിക്കാറ്. പക്ഷെ അത്രയൊന്നല്ല, കുറേ അകലെ അങ്ങ് 1.5 കിലോമീറ്ററോളം സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നുണ്ട് ഈ ഒരു വാക്വേ. അപ്പൊ ഇത്തവണ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഇവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ അവിടെ ഞങ്ങൾ സ്ഥിരമായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാറുള്ള സ്നാക്സ് ഒക്കെ വാങ്ങുന്ന ഷോപ്സ് ഉണ്ട്. അപ്പോൾ 1-2 ഓപ്പൺ ആയിട്ടുള്ളൂ, കുറച്ചൊക്കെ ഓപ്പൺ ആയി വരുന്നേ ഉള്ളൂ. ചിലതൊക്കെ ഒന്നും ഓപ്പൺ ആവുമെന്ന് അറിയത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് മേടിച്ചു അവിടെ നിന്ന്?
നമ്മൾ സാധാരണ രീതിക്ക് ഞാൻ ചായയല്ല ചായക്കടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ, അവിടെ ഒരു മലബാറുകാരുടെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ അത് ഓപ്പൺ ആയിരുന്നില്ല. ആദ്യം ഞങ്ങള് പോപ്പീനെയും കൊണ്ട് പോയ സമയത്ത് ഞങ്ങൾ അവിടെ നിന്ന് കട്ട്ലറ്റ് ഒക്കെ വാങ്ങിച്ചു. അത് ചൂടോടെ കഴിച്ച ഒരു ഓർമ്മ എനിക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇന്ന് പോകുമ്പോൾ എന്തായാലും അത് വാങ്ങണം എന്നായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ പോപ്പിക്ക് അന്നത്തെ ദിവസം ഞങ്ങൾ കാടമുട്ടയാണ് വാങ്ങിച്ചു കൊടുത്തത്. അന്ന് കുഞ്ഞായിരുന്നു ഇവള്, 2 മാസം 2.5 മാസം ഉള്ള പ്രായം. ഞങ്ങൾ 2 വീലറിൽ അവളെ കൊണ്ടുവന്ന കേട്ടോ. അന്ന് കുഞ്ഞു പെണ്ണ് നടുക്കിരുന്ന് നല്ല നല്ല മോളായിട്ട് ഇരുന്ന് വന്നു. ഇന്നിപ്പോ അവൾ ഇത്രയും വലുതായി. അപ്പൊ അങ്ങനെ. പക്ഷെ നല്ല നല്ല ഫോട്ടോസ് എടുക്കാനൊക്കെ നല്ല രസാട്ടോ. അവിടെ ഞങ്ങൾ നോക്കുമ്പോ കുറെ പേര് ഈ പ്രീ വെഡിങ് ഷൂട്ടോ അങ്ങനെ എന്തൊക്കെയോ ആണെന്ന് തോന്നുന്നു. അങ്ങനെ നല്ല ഒരുങ്ങിയൊക്കെ നല്ല പെൺകുട്ടിയൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു ഫോട്ടോസ് എടുക്കാനായിട്ട്. അങ്ങനെ ഒരു സ്ഥലമാണ്. നമ്മൾ വെറുതെ അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുത്താലും ഭംഗിയാണ് അതിന്. അത് നമുക്ക് അറിയില്ല എന്താന്ന്. പിന്നെ ഏട്ടനെ ഇടയ്ക്കൊന്ന് വിട്ടു, എനിക്ക് വിശന്നിട്ട് പാടില്ലായിരുന്നു, ഇടയ്ക്കൊന്ന് വിട്ടു. എന്നിട്ട് ഷവർമ ആട്ടോ വാങ്ങിയത്. അതിന്റെ ക്ലിപ്സ് എടുക്കാനൊന്നും പോയില്ല. ഞാനത് എടുത്തു, വായിലോട്ട് വെച്ചു, കഴിച്ചു. എല്ലാവരും അങ്ങനെ അതുപോലെ കഴിച്ചു. ഇച്ചിരി വിശപ്പുണ്ടായിരുന്നു ഞങ്ങൾക്ക്. അത് കഴിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ആ സ്പോട്ടിൽ നിന്ന് മാറിയിട്ട് ആ വാക്വേയുടെ അങ്ങേ അറ്റത്തേക്ക് വന്നാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 1.5 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമില് ഒരു അമ്മയും മക്കളും കൂടി ഒരു നടത്തുന്ന ഒരു ചെറിയ 2 പേരുണ്ട്. പക്ഷെ ഒരാളാണ് എപ്പോഴും ഉണ്ടാവാറ്. അങ്ങനെ ഒരു ഷോപ്പ് ഉണ്ട് കണ്ടു. പക്ഷെ 2-3 തവണ പോയിട്ട് ഞങ്ങളത് കണ്ടില്ല. അപ്പൊ ഇത്തവണ ഞാൻ അവിടെ ഇരുന്ന് ഒരാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു അങ്ങേ അറ്റത്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചുമ്മാ ആദ്യം ഒന്ന് പോയി നടന്ന് നോക്കി അവിടെ ഷോപ്സ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കി. അപ്പോൾ കുറെ ഷോപ്സ് ഒക്കെ അവിടെ ഉണ്ട്, ഇതേപോലെ തന്നെ അവിടെയും ഷോപ്സ് ഉണ്ട്. അപ്പൊ അവിടെയാണെന്ന് പറഞ്ഞു. അപ്പൊ അവിടെയും നല്ല രസമാട്ടോ കാണാൻ. ഒരുപാട് ഷോപ്പുകൾ ഇതുപോലെ തന്നെ ഉണ്ട്. അപ്പൊ ഞാനും ഏട്ടനും കൊടയും പടിയൊക്കെ ആയിട്ട് ഇറങ്ങിയേക്കാണ് എന്തൊക്കെയുണ്ടെന്ന് നോക്കാന്നൊക്കെ പറഞ്ഞിട്ട്. ഓൾറെഡി ഏട്ടൻ കണ്ടു, ആ അമ്മയമ്മകളുടെയും ആ ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നാലും ഞാനും നോക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ നടന്ന് പോവാണ് കേട്ടോ. അവിടെയും ഈ ഒരു സൈഡിലെ പോലെ തന്നെ കുറച്ച് ഷോപ്സ് ഉണ്ട്. അതായത് മെറീന വണ്ണിന്റെ എൻട്രൻസ് അപ്പൊ ഇതാണ് ഞങ്ങള് പറഞ്ഞ അമ്മയും മോളും എന്നുള്ളതിൽ അമ്മ മോളെ കാണാൻ പറ്റിയില്ല, മോളപ്പൊ പോയി എന്നാ പറഞ്ഞത്. മഴയായതുകൊണ്ട് അമ്മ വിട്ടു എന്നാ പറഞ്ഞേ. അപ്പോ അത് അവിടെ എന്തൊക്കെയാ ഉണ്ടായിരുന്നത് കഴിക്കാൻ? അവിടെ എഗ് സാൻഡ്വിച്ച് ഉണ്ട്, പിന്നെ അത്യാവശ്യം ചീസി എഗ് റോള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ എഗ് റോൾ ആണോ വാങ്ങിയത്? ചീസി ചിക്കൻ റോള്, എഗ് റോളും ഉണ്ട്, ചിക്കൻ റോളും ഉണ്ട്. അപ്പോൾ അവിടെ അത്യാവശ്യം ആളുകളും ഉണ്ട് കേട്ടോ, ആളുകൾ വാങ്ങിക്കുന്നുണ്ട്. പിന്നെ നല്ല വൃത്തിയായിട്ട് തന്നെയാണ് സെർവ് ചെയ്യുന്നതും എല്ലാം ഉണ്ടാക്കുന്നതും ഒക്കെ. അപ്പൊ നമുക്കൊരു മനസംതൃപ്തി ഉണ്ടല്ലോ ഇങ്ങനെയൊക്കെ പോയി. അവര് വീട്ടിൽ നിന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിട്ട് കുറെ ബേസിക് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ വന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് തയ്യാറാക്കുക. റാപ്സ് പോലെയാണെന്ന് തോന്നുന്നു. അതെ, റോൾ ഇപ്പോ നല്ല ചപ്പാത്തിയാണ്. അതെ, ചപ്പാത്തിയാണോ അത്? റോളല്ലേ? ആ ചപ്പാത്തിയിലാണ് നമുക്ക് റോള് തന്നത്. സാധാരണ ടോട്ടിലെ പോലെ. പക്ഷെ അത് ശരിക്കും നല്ല ചപ്പാത്തിയാ, വീട്ടിലുണ്ടാക്കുന്ന ചപ്പാത്തിയാ. ഓക്കെ, അതിനകത്ത് എന്തൊക്കെയോ ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്, സോസ് പോലത്തെ എന്തോ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിനകത്തേക്ക് കുറച്ച് നൂഡിൽസ് ഇടുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്താന്ന് വെച്ചാൽ ഇത് കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഫില്ലിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പൊ അതുകൊണ്ട് അതിനുശേഷം ചിക്കൻ ഇടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് സോസ് ഒഴിക്കുന്നുണ്ട്. സോസ് അല്ല, അത് മയണൈസ് അല്ലേ? മയണൈസ് ചെയ്തിട്ട് ഇങ്ങനെ റാപ്പ് ചെയ്തിട്ട് ജസ്റ്റ് നമ്മള് അവിടെ അതിനകത്തിട്ട് ചൂടാക്കുക കേട്ടോ. 80 രൂപയാണ് അതിന്റെ റേറ്റ്, വില വരുന്നത് ഒരെണ്ണത്തിന്. അതെ, നമ്മളങ്ങനെ 4 എണ്ണം പറഞ്ഞു. 4 എണ്ണം വാങ്ങി. നമ്മൾ ഓൾറെഡി ഷവർമ കഴിച്ചിട്ടുണ്ടല്ലോ. ഷവർമ സൂപ്പർ ആയിരുന്നു കേട്ടോ. ഷവർമ ശരിക്കും ഞങ്ങൾക്ക് മതിയായില്ല. ഞങ്ങൾ പിന്നെ ഏട്ടൻ പറഞ്ഞു ഇവിടേക്ക് വരാന്ന് പറഞ്ഞപ്പോ പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. ഇവിടെ നിന്നും കഴിക്കാനുള്ള സ്ഥലം വയറിൽ വേണ്ടേ? പക്ഷെ അതിന്റെ ഓർമ്മ കൂടുതലായിരുന്നു. അമ്മയ്ക്കൊക്കെ അതിന്റെ ഒരു ഇതായിരുന്നു, കഴിക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇത് നല്ല രസമൊക്കെ ഉണ്ട്. നമുക്ക് കഴിക്കാത്തവരെന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം എന്ന് ഞാൻ പറയും. അവിടെ അത് കൂടാതെ കുറച്ച് എന്താ പറയാ ഫ്രഷ്ലി സ്ക്യൂസ് ചെയ്തിട്ടുള്ള ജ്യൂസുകൾ കിട്ടും അവിടെ ഒരുപാട് ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. കുറെ ആൾക്കാർ പാഴ്സൽ വാങ്ങുന്നുണ്ട്. അത് ഞങ്ങൾ നോക്കുമ്പോൾ പിന്നെ ചേച്ചിയോട് ചോദിക്കുമായിരുന്നു എങ്ങനെയുണ്ട് നമ്മുടെ ബിസിനസ്സൊക്കെ എങ്ങനെ പോണു, കാരണം മഴയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചേച്ചി പറയുന്നുണ്ട് മഴയത്ത് എന്താ നമ്മൾ നനഞ്ഞു നിൽക്കണം, പിന്നെ ചില ദിവസങ്ങളിൽ തുറക്കാൻ പറ്റാറില്ല. ട്യൂസ്ഡേ മാത്രമേ ഈ പറഞ്ഞ പെർട്ടിക്കുലർ ഷോപ്പില്ല, ബാക്കിയെല്ലാം ഉണ്ട്. ബാക്കിയെല്ലാം ഷോപ്സ് ഉണ്ടല്ലേ? ഈ ചേച്ചി ട്യൂസ്ഡേസ് ഓപ്പൺ അല്ല. ഓക്കെ, അത്രയാണ്. അങ്ങനെ ഞങ്ങൾ വിശേഷമൊക്കെ പറഞ്ഞ് ഞങ്ങൾ യൂട്യൂബ് ചാനൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ചേച്ചിയും പറയുന്നുണ്ട്, ഞങ്ങളോട് വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട്. നല്ലൊരു നന്നായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിക്കായിരുന്നു. നമ്മൾ അങ്ങനെ ഇങ്ങനെ സംസാരിച്ചു. പിന്നെ മഴ ആയതുകൊണ്ട് ചേച്ചിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു നമ്മുടെ ഒരു വ്യഗ്രത. കാരണം ഞങ്ങൾ കാർ അവിടെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ നടന്നു വരുവാണല്ലോ. മഴ പെയ്ത് കഴിഞ്ഞാൽ ഇത് എങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകും എല്ലാം ഞങ്ങളിങ്ങനെ കൺസേൺഡ് ആയിരുന്നു. എന്നാലും പക്ഷേ അപ്പോഴേക്കും മഴ പെയ്തു.
നല്ല കാറ്റുണ്ട് കേട്ടോ. മഴേനേക്കാളും കൂടുതൽ കാറ്റാണ്. കാറ്റ് വരുമ്പോഴാണല്ലോ നമ്മുടെ മേലൊക്കെ നനയുന്നത്. ഞങ്ങളെന്നാലും അങ്ങനെ ഒതുങ്ങിയൊക്കെ നിന്നു. പിന്നെ ആ കടയുടെ ആ ഒരു ഒരു സംഭവമൊക്കെ ഉണ്ടല്ലോ, ഇല്ല അത് ചെറിയൊരു ഷെയ്ഡ് മാത്രമേ ഉള്ളൂ, അതിൽ നമുക്ക് നിൽക്കാനൊന്നും പറ്റില്ല. മഴ നന്നായിട്ട് പെയ്തു കേട്ടോ. ഞങ്ങൾ അങ്ങനെ നിന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കാതെ മഴ പെയ്തു. നല്ല കാര്യമായിട്ടുള്ള മഴയായിരുന്നു, അടിപൊളി മഴ അല്ലേ. മഴ പെയ്തപ്പോ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ രണ്ടുപേരും അവിടെ ഇരുന്ന് തന്നെ ഞങ്ങൾ കഴിച്ചു വന്നിട്ട് പാരന്റ്സിനെ ഞങ്ങൾ കൊണ്ടുപോവുകയാണ് ചെയ്തത്. പക്ഷെ ഞങ്ങൾ കുറച്ചും കൂടി അധികം നേരം അവിടെ സ്പെൻഡ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. ഞങ്ങൾക്ക് കുറച്ച് നടക്കണം. ഞങ്ങൾ രണ്ടുപേരും പോപ്പിനെ, അമ്മയും ഞാനും കൂടി പോപ്പിനെ നോക്കിയിരുന്നിട്ട് അമ്മയ്ക്ക് ശരിക്കും പറഞ്ഞാൽ നടക്കാനൊന്നും പറ്റിയില്ല. അപ്പൊ ഞങ്ങൾക്കൊക്കെ ഒന്ന് നടക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും നടന്നില്ല. മഴ കാരണം അങ്ങ് ചിരിപ്പോയി. പക്ഷെ എന്നാലും ആ മഴയത്ത് കുറെ കോമഡികൾ ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ആരും ക്യാപ്ചർ ചെയ്യാൻ ഉണ്ടായില്ല. എന്റെ കൊടയൊക്കെ നീങ്ങിപ്പോയി, ഞാൻ വീഴാൻ പോയി, അങ്ങനെയൊക്കെ അടിപൊളി നല്ല രസമായിരുന്നു. അതൊക്കെ നല്ല മെമ്മറീസ് ഒക്കെ ഞങ്ങൾക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഉദ്ദേശിച്ചത്ര സമയം സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നേ ഉള്ളൂ. പക്ഷെ എന്നാലും വേറൊരു രീതിയിൽ നമുക്ക് ഇനിയും വരാനുള്ള ദിവസം അയച്ചു. അപ്പം പിന്നെ ഞങ്ങൾ അങ്ങനെ അങ്ങ് പോരുകയാണ് അല്ലെ, നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. ഇനി പിന്നെ ഇരുന്നിട്ട് കാര്യമില്ല, മഴ ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കാനല്ലേ, അപ്പൊ അങ്ങനെ പോരാൻ തുടങ്ങി. മഴ കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ ബ്ലോക്ക് കൂടും, എല്ലാം കൂടും. പിന്നെ നമുക്ക് അവിടെ ഇരുന്നിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങള് വീട്ടിലേക്കുള്ള പോവാണ്. വീട്ടിലേക്ക് തന്നെ ഒരു ചെറിയൊരു നല്ലൊരു ഈവനിങ് ആയിരുന്നു. അതെ, നല്ല മെമ്മറീസ് ആയിരുന്നു. ഒരുപാട് ചിരിച്ചു. അത് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല. ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങളുടെ കയ്യിലായിരുന്നു ഫോൺ, ഒന്നും ക്യാപ്ചർ ചെയ്യാനും പറ്റിയില്ല. മഴയുമായി, മൊത്തത്തില് അങ്ങനെ ആയിപ്പോയി. അപ്പോ ഇന്നത്തെ ഈ ഒരു വൈകുന്നേരം ഞങ്ങൾക്ക് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വൈകുന്നേരം തന്നെയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ഞങ്ങൾ നല്ല വില നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.